ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ജൻ ഷഹറിദാസ്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമെന്ന് കരുതുന്നു. അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നാട്ടിലേക്ക് വരുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ ഞാനും ഇതുപോലെ നാട്ടിൽ വന്നിട്ടാണുള്ളത്. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മുടങ്ങാതെ പോകുന്ന കുറച്ച് അമ്പലങ്ങളുണ്ട്. അതിലൊന്നാണ് പറശ്ശിനിക്കടവ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? യെസ്, പറശ്ശിനി വ്ളോഗാണ്. കഴിയുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ തെയ്യം, അതുപോലെ അമ്പലം, അങ്ങനെയുള്ള വ്ളോഗ്സൊക്കെ ഇടുമ്പോൾ എല്ലാവർക്കും കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കഴിയുന്ന പോലെയൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിനു മുന്നേയും ഞാൻ പോയപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറശ്ശിനിയിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എത്ര പോയാലും മതിയാവില്ല. ഈ മുത്തപ്പൻ വെള്ളാട്ടം, നേർച്ചയെല്ലാം നമ്മൾ തറവാട്ടിലെല്ലാം കഴിക്കുമ്പോൾ നമ്മുടെ കൈ പിടിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അത് ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു അറ്റാച്ച്മെൻ്റ് ആണ് എനിക്ക് മുത്തപ്പനോട്. സാറ്റർഡേ സൺഡേ ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ പാർക്കിംഗ് പണ്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയൊരു പാർക്കിംഗ് കൂടെ അവർ ഓപ്പൺ ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ സൗകര്യമായി. മഴ നല്ല അടിപൊളിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴൊക്കെ ഞാൻ പറശ്ശിനിയിൽ പോകുന്നുണ്ട് അപ്പോഴൊക്കെ മഴയായിരിക്കും. ഈ സ്ഥലങ്ങളൊക്കെ ഞാനിപ്പോൾ തൽക്കാലം നോക്കിയിട്ടൊക്കെ പോവുകയാണ്. തിരിച്ചു വരുമ്പോൾ ഞാൻ നൈസായിട്ട് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്താണ് ഞാനും അമ്മയും എപ്പോഴും അടി കൂടുന്നത്. കാരണം ഓൾറെഡി ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ വീണ്ടും വീണ്ടും അവിടെ പോയിട്ട് വാങ്ങും. എന്നെ പോലെ തന്നെ ആണോ നിങ്ങളും ഗൈസ്? അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ 1.5 വർഷത്തിന് ശേഷം ഞാൻ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഓൾറെഡി എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ടൊരു പോക്കൊന്നും പോയായിരുന്നു. കാരണം ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഇങ്ങനെയൊന്നും ഇതുവരെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. മീൻസ് ഇങ്ങനെ അടുത്തുനിന്ന് വീഡിയോ എടുക്കാനുള്ളത്, കാരണം അകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. നമ്മൾ പോയി കഴിഞ്ഞാൽ മുന്നിലൂടെ തന്നെയാണ് കയറാറ്. ബാക്കിലൂടെ കയറാമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നമ്മളെപ്പോഴും മുന്നിലൂടെയാണ് കയറാറ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബോട്ടിംഗ് ഉള്ള ഏരിയയിലൊക്കെ പോകാമെന്നൊക്കെ കരുതിയിരുന്നു. കാരണം കഴിഞ്ഞ വർഷവും മഴയായിരുന്നു, ഇപ്രാവശ്യവും മഴയായി. അതുകൊണ്ട് അവിടെയൊന്നും പോകാൻ പറ്റിയില്ല. ജസ്റ്റ് കാല് നനയ്ക്കാന്ന് വെച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ചതാണ്. അപ്പോൾ ഞാൻ മേളിൽ നിന്ന് ഉറ്റുന്നു, അതുകൊണ്ട് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അമ്പലത്തിൽ തന്നെ തറവാട് വീട് പോലൊരു സംഭവമുണ്ട്. അവിടെയാണ് പപ്പയുടെ ആപ്പനൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ അവിടെയൊക്കെ ഞാനെപ്പോഴും പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. അങ്ങനെ തൊഴിലെല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പ്രസാദം കഴിക്കലാണ്. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഭയങ്കര ഫേമസ് ആണ് ഈ ഒരു പ്രസാദം. പയറും തേങ്ങയും അതുപോലെ ഒരു ചായയും. ആ ചായ ആക്ച്വലി കടുപ്പൊന്നുമില്ല, പക്ഷെ എന്താണെന്നറിയില്ല, കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മളെ ഭാഷ പറഞ്ഞാൽ ഇതങ്ങ് ഉരുട്ടിയിട്ട് വരുന്നുണ്ടാവും, ഇതൊന്നും അങ്ങ് എടുത്ത് കുടിച്ചോളുക. അങ്ങനെ ചായ കുടിച്ച് പകുതി ആയവരാണ് തേങ്ങയും പയറും വന്നത്. അതെല്ലാം കഴിച്ച് ഞാൻ പകുതി നമുക്കും കൊടുത്ത് നമ്മൾ അവിടുന്ന് തിരിച്ചു. അങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നും നടത്തുമല്ലോ, ചെറിയ ചെറിയ ഷോപ്പിംഗ് നടത്തുമല്ലോ. അങ്ങനെയാണ് വീട്ടിൽ ആനപ്പെട്ടമാണെന്ന് കുറേ ആയിട്ട് പറയുന്ന കേട്ടെ. അങ്ങനെ അത് വാങ്ങി, പിന്നെ എനിക്കൊരു കമ്മൽ വാങ്ങി. പുതിയതായിട്ടൊരു ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ ഷോപ്പിംഗ് മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പോലെയുള്ള ഒരുപാട് കമ്മലിൻ്റെ കളക്ഷൻസ്, ആക്സസറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ക്രേസുമാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. വേറെ 2 അമ്പലത്തിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ടിൽ ദെൻ ബൈ. എന്റെ പൊന്നു മുത്തപ്പ, മുത്തപ്പ, എന്റെ പൊന്നു മുത്തപ്പ, എന്റെ നെഞ്ചു കൊട്ടി പാടണ തോറ്റം പാട്ട്, നിന്റെ ഉള്ള മയ്യണി അത് കേട്ട് കേട്ട്, എന്റെ പൊന്നു മുത്തപ്പ, നീ ഭഗവാൻ വെള്ളാട്ട്, നിന്റെ കോവിൽ മുൻപിൽ എന്നും മീനൂട്ട്.
മുത്തപ്പ